പ്രൈസ് ദ ലോർഡ്. എസെക്കിയേൽ 39:17. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുവിൻ. കർത്താവ് ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന എസെക്കിയേൽ പ്രവാചകൻ കാൽവരിയിൽ നടക്കുന്ന ബലി, കുരിശിലെ ബലി ദർശനത്തിൽ കണ്ടുകൊണ്ട് പ്രവചിച്ചതാണ് എസെക്കിയേൽ 39:17. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുവിൻ. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗമാണിത്. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗമാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കും, രക്തം കുടിക്കുകയും ചെയ്യും. നിങ്ങൾ മാംസം ഭക്ഷിക്കും, രക്തം കുടിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൽ പ്രധാനമായിട്ട് 5 മലകളാണ് ദൈവാനുഭവമുള്ള മലകൾ. ഒന്ന് താബോർ മല. അവിടെ ഈശോ രൂപാന്തരപ്പെട്ടു. താൻ ദൈവമാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരു ദൈവാനുഭവത്തിൻ്റെ സമയമായിരുന്നു അത്. രണ്ടാമതായി കാർമൽ മല. ഏലിയ പ്രവാചകൻ, ബാൽദേവൻ്റെ 450 പുരോഹിതന്മാർ, അതുപോലെ തന്നെ അഷോറയുടെ 400 പുരോഹിതന്മാർ അവരുടെ മധ്യേ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയ സ്ഥലം. ബലിപീഠം ദഹിപ്പിച്ചു, അഗ്നി ഇറങ്ങി. അസാധാരണമായൊരു അനുഭവം. വീണ്ടും അടുത്ത മല ഒലിവ് മലയാണ്. ഒലിവ് മലയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ആ സ്ഥലമാണ് ഒലിവ് മല. വീണ്ടും മോറിയ മല. അവിടെ അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയ, ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലം. അവിടെ വെച്ചാണ് അബ്രാഹത്തിന് ഒരു വലിയ ദൈവാനുഭവം ഉണ്ടാകുന്നത്. അബ്രാഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ മുള്ളുകൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു. വിശുദ്ധഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് വെറും ഒരാടല്ലായിരുന്ന ഒരു വലിയ ദർശനമാണ്. അതിനെക്കുറിച്ചാണ് ഇതാ ഈശോ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 8:56. എൻ്റെ ദിവസങ്ങൾ കാണാം എന്ന പ്രതീക്ഷയിൽ, എൻ്റെ ദിവസങ്ങൾ കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവനത് കാണുകയും അവനത് സന്തോഷിക്കുകയും ചെയ്തു. ഈശോ തന്നെ പറയുകയാണ്. അതെ, അബ്രാഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തൊട്ടടുത്താണ് കാൽവരി മല. അവിടെ ആ ക്രൂശിതനെയാണ് കണ്ടത്. ഈശോ ജനിക്കുന്നതിന് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രാഹാം ദർശനത്തിലൂടെ കാണുകയുണ്ടായി. ഇതാ വീണ്ടും അടുത്ത മല കാൽവരി മല. അവിടെയാണ് ഏറ്റവും വലിയ യാഗം. നിങ്ങൾ മാംസം ഭക്ഷിക്കും, രക്തം കുടിക്കും. അത് സെഗിയോൻ ശാലയിൽ ആരംഭിച്ച ആ പെസഹ ബലി അത് പൂർത്തിയാക്കിയത് കാൽവരിയിലാണ്. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്ന്. അത് യാഗമാണ്, വിരുന്നാണ്. അതെ, പെസഹ കുർബാന യാഗമാണ്, വിരുന്നാണ്. വചനം മാംസമായി, മാംസം ബലിയായി, ബലി ആഹാരമായി തീർന്നു. പെസഹ കുർബാന എത്രയോ വലിയൊരു സ്നേഹമാണ് ഈശോ നമ്മളോട് കാണിച്ചത്. സ്വയം വിഭജിച്ച് നമുക്ക് തരികയാണ് ചെയ്തത്. കാൽവരിയിലെ ബലി, ആ ബലിയാണ് ഇന്ന് എല്ലാ ബലിവേദിയിലും ഇന്ന് പരികർമ്മം ചെയ്യുന്നത്. അതേ ബലി അത് നടക്കുകയാണ്. അതിന് വെറും ഓർമ്മയല്ല, പിന്നെയോ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് ലോകത്തിലെ എല്ലാ ബലിവേദിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന വ്യക്തിയെയും നാടിനെയും കുടുംബത്തെയും എൻ്റെ തിരുക്കുമാരൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എല്ലാ പ്രവചനങ്ങളും യേശുവിൽ പൂർത്തീകരിച്ചു. അവിടുന്ന് എല്ലാ തിരുവെഴുത്തുകളും നിറവേറി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. അതെ, ഈശോയുടെ എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കിയത് അവിടുന്ന് ഈ പെസഹ രഹസ്യത്തിലാണ്. ആ പെസഹ രഹസ്യം അവിടെ പൂർണ്ണമാക്കുകയാണ്. അതുകൊണ്ട് പെസഹ കുർബാനയെ നാം സ്നേഹിക്കണം, പെസഹ കുർബാനയിൽ നാം വിശ്വസിക്കണം. പെസഹ കുർബാന നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ദാനവുമാണ്. പ്രൈസ് ദ ലോർഡ്.